ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കടയിൽ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ 1.5 മാസം കഴിഞ്ഞിട്ട് അമ്മ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അമ്മ ഷോപ്പിലേക്ക് വന്നതല്ല, അമ്മ മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ മാരിയമ്മൻ കോവിലിൽ ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരികളും പോവാണ് കേട്ടോ. അപ്പോൾ കൂടെ അമ്മയും വന്നു. അങ്ങനെ അമ്മേനും കൂട്ടുകാരികളൊക്കെ അപ്പുറത്താണ് അവർക്ക് സീറ്റ് കിട്ടിയത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. അവിടെയൊക്കെ എത്ര ആൾക്കാരാണെന്നറിയാം ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സദ്യവട്ടമൊക്കെ വിളമ്പി. നമ്മുടെ തമിഴ്നാട് ദുഃഖിലുള്ള അടിപൊളി പരിപ്പ് വട അവിടുത്തെ കറികളൊക്കെ ഉണ്ടോ, ഒരുപാട് തരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറും സാമ്പാറൊക്കെ കൂട്ടി കറികളൊക്കെ കൂട്ടി ചോറൊക്കെ കൊണ്ടു ഉച്ചയാകുമ്പോഴേക്കുള്ളത്. ഒരു പരിപാടികളൊക്കെ ഉണ്ട്. അത് കാലത്തായിരുന്നു. അതൊന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല. അത് ഞങ്ങളുടെ അമ്പലത്തേക്ക് പോകണമല്ലോ. അങ്ങനെയാണ് ഞങ്ങളുടെ വാണിയംകുളം മാരിയമ്മൻ പൂജയുടെ ഭക്ഷണം കഴിക്കൽ. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഉണ്ട് വേപ്പിൻ തൈ കൊടുക്കും. എല്ലാവർക്കും ഓരോന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ കടയിലേക്ക് പോവാണ്. അമ്മനി കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്കും പോകട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ കുറേ ദിവസമായില്ലേ അമ്മയൊന്നും കാണിക്കാറില്ലല്ലോ. അപ്പോൾ അമ്മ ഒരു വേപ്പിൻ തൈയൊക്കെ കിട്ടി സന്തോഷത്തിലാണ്. അപ്പോൾ ഒന്ന് ഞങ്ങളുടെ വീടിൻ്റെ തറ ഉണ്ട്, അവിടെ ഒന്ന് നടാൻ വിചാരിച്ചു. പിന്നെ അമ്മ തറവാടിൻ്റെ അവിടെ ഒന്ന് നടാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അങ്ങനെ വീട്ടിലൊക്കെ എത്തിയ സമയം അപ്പോഴേക്കും 1-2 മണി ആവാറായി. അത് കഴിഞ്ഞിട്ട് അമ്മ പോവുകയാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയിട്ടുള്ള പരിപാടി കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഭാഗം കാണിക്കാം. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് ചക്കയൊക്കെ നുറുക്കി. ചക്ക തമിഴ്നാട്ടിലേക്ക് 2 വേണം പറഞ്ഞപ്പോൾ ഇട്ടതാണ് കേട്ടോ. ഇടിച്ചക്ക കുറേ ഇട്ട കാരണം അങ്ങനെ വലിയ ചക്കകളൊക്കെ കുറച്ച് കമ്മിയായി. അപ്പോൾ ഞാൻ ചക്ക അതിന്നൊരു മുറി എടുത്തിട്ട് വിജയേട്ടൻ നന്നാക്കി തന്നു. അങ്ങനെ നന്നാക്കി കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചു. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഇതായിട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ സാധാ ഒരു ചക്ക വെക്കണ പോലെ തന്നെ അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കുക. പിന്നെ നാളികേരമൊക്കെ ചിരടി അതിലേക്ക് കുറച്ച് കുരുമുളകും ലേശം ജീരകം 2 വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് അരയ്ക്കുക. ഞാൻ ഉണക്കമുളക് ഇട്ടു കേട്ടോ. പിന്നെ ടേസ്റ്റ് കുറച്ച് എന്തെങ്കിലും വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉണക്കമുളക് ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ടു കേട്ടോ. അപ്പോഴേക്കും ഒരടുപ്പത്ത് ഞാനത് വേഗം, കാരണം സമയം 8-9 മണി ആവാറായി വൈകുന്നേരം. അതുകൊണ്ട് വേഗം സ്പീഡ് കൂട്ടിയിട്ട് വേഗം ഒരടുപ്പത്ത് വറുത്തിടാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോഴേക്കും ഇവിടെ ചക്കയ്ക്കൊരു 6-7 വിസിലടിച്ചു കേട്ടോ. ഒരു 3-4 വിസിൽ മതി, എന്നാലും നന്നായി ഉടഞ്ഞോട്ടെ വിചാരിച്ചിട്ടൊരു 5-6 വിസിലൊക്കെ വിളിച്ച്. അപ്പോഴേക്കും ചക്ക ഉടഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടയാത്ത ചുളകൾ ഞാൻ കയ്യിലുകൊണ്ട് നന്നായിട്ട് ഉടച്ചുട്ടോ. നന്നായി ഉടച്ച് കഴിഞ്ഞ് ചക്ക പിന്നെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാമല്ലോ. ഉപ്പിട്ടിട്ട് ചക്ക വേവിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കഴിക്കുക. നാളികേരം വേണമെന്നില്ല, വേറെ ഒന്നും വേണമെന്നില്ല. എന്നാലും നമ്മളൊരു കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായി ഉടച്ച് കഴിഞ്ഞിട്ട് നാളികേരം ഉണ്ടല്ലോ, ആ നാളികേരമൊക്കെ അരപ്പ് അതിലൊഴിച്ചു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. പിന്നെ നമ്മളത് കറിവേപ്പില ഇതൊക്കെ കാച്ചിയത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ചൂടുള്ള ചക്കയിലേക്ക് അത് ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെ വെക്കാമെന്നറിയില്ല, എന്നാലും നമുക്കിത് കൂടെ പയറിട്ടിട്ട് വെക്കാം. എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. എരിശ്ശേരി എങ്ങനെ വേണമെങ്കിലും വെക്കാം. നമ്മുടെ ചക്കയല്ലേ, എങ്ങനെ വേണമെങ്കിലും കേട്ടോ. അപ്പം ചക്കക്കൂട്ട എങ്ങനെ ഇപ്പോൾ തരാമെന്ന് പറയാൻ പറ്റില്ല. രാത്രിയാണ് വെക്കുന്നത്. ഇനി പിറ്റേ ദിവസം എടുത്തേക്കുണ്ടാവില്ല. സമയമുള്ളപ്പോഴാണ് വെക്കുക, അതുകൊണ്ടാണ് കേട്ടോ. വേറെ ഒന്നല്ലേ. കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട് ചക്ക കൊണ്ടുവരും എന്താ ചെയ്യുക. ചക്ക ഈ വെള്ളിയാട് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എങ്ങനെ ഏറ്റുകൊണ്ടുവരാനാണ്. അങ്ങനെയൊക്കെ ചക്കയൊക്കെ ഒരു ഇതും കഴിയാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചക്കക്കൂട്ടാൻ റെഡി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.